ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഉച്ചഭക്ഷണത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചോറ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ഉപ്പ് ഇത്രയും തേച്ചിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് എല്ലാ ദിവസവും വലിയ സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണമൊന്നുമല്ല. ഇന്നിപ്പോൾ വിചാരിച്ചു കുറച്ച് ഹെവി ആയിട്ട് കഴിച്ചാൽ എന്താ, കുറേ ദിവസമായി ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് തിരുമ്മിയിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ കിളിമീനാണെന്ന് കിട്ടിയിട്ടുള്ളത്, അതും വറുക്കാൻ വേണ്ടിയിട്ട് അതിലേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് മാത്രം പുരട്ടിയിട്ട് അതും മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മീൻ തന്നെയാണ് ഞാൻ കറി വെക്കാൻ എടുക്കുന്നത്. അപ്പോൾ അത് തേങ്ങാപ്പാലിൽ വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ അരച്ചൊന്ന് അരിച്ചെടുത്തിട്ട് പച്ചമുളക്, വേപ്പില, കുടംപുളി ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ട് തിളപ്പിക്കും. തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് അത് ഒന്ന് വറ്റി വരുമ്പോൾ അത് മാറ്റി വെക്കും കേട്ടോ. പിന്നെ കുറച്ച് ഉള്ളി താളിച്ചൊഴിക്കും. അത്രയാണ് ഞാൻ വെക്കുന്ന മീൻ കറി കേട്ടോ. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചട്ടി വെച്ചിട്ട് നമ്മുടെ ചെമ്മീൻ റെഡിയാക്കാൻ വേണ്ടി ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ടിട്ട് വറുത്ത് മാറ്റിയെടുക്കണം ആദ്യം കേട്ടോ. അപ്പം അതിന് വേണ്ടി ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ ഒരുപാട് മൊരിഞ്ഞൊന്നും പോകണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. അതിന് ശേഷം നമുക്ക് കോരി മാറ്റി വെക്കണം. പിന്നെ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും വഴറ്റിയെടുക്കുക. വഴണ്ടി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി വഴണ്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഈ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ പിറക്കിയിട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തളയും കൂടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ കറി വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ തന്നെ റെഡിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീനും ഏകദേശം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ച് സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ എല്ലാം ചെയ്തിട്ടെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക ചെമ്മീൻ റോസ്റ്റിന്. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ. ആദ്യം തന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടി പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മളത് ഇളക്കി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. പിന്നെ ഞാൻ ഒരുപാട് സവാളയൊന്നും എടുത്തിട്ടില്ല. കുറച്ച് ചെമ്മീനുള്ളതുകൊണ്ട് ഒരു ചെറിയ 2 സവാള എടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും, ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 കഷ്ണം വെളുത്തുള്ളി, കറിവേപ്പില ഇത്ര ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കും. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് വഴണ്ടി വന്ന ശേഷമാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് അതും ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളം, ഒരു 1/4 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഗ്രേവി ചെമ്മീനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത്രയും മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് ചെമ്മീൻ വാങ്ങി വെക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ റെഡിയാണ്, മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിലേക്ക് പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കുക. ഉള്ളി, ഉണക്കമുളകും കൂടി ചതച്ചിട്ട് അതിട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇന്ന് പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പയർ ഞാൻ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് വെള്ളമൊന്നും ഒഴിക്കരുത്. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയുടെ അത് നമ്മൾ ഇളക്കി വേവിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി ഇപ്പോൾ തന്നെ റെഡിയാവും കേട്ടോ. അപ്പോൾ പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് മീൻ കറി ഒന്ന് താളിക്കണം, പിന്നെ മീൻ പൊരിക്കണം. അതിന് വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് ഉള്ളി അതിൽ ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒത്തിരി മുളക് പൊടി വേണ്ടി ചേർത്തിട്ട് ഒന്ന് മൊരിയിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചാൽ അടിപൊളിയായിട്ടുള്ള മീൻ കറി റെഡി. പിന്നെ മീൻ വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് മീൻ പൊരിക്കാനുള്ള മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ലഞ്ച് കേട്ടോ. കിളിമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മീനാണ് കേട്ടോ. ഫ്രൈ ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊരു നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ചോറെടുത്ത് കാണിച്ചു തരാം. ചോറ് എടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ചോറെടുക്കാം. പിന്നെ മീൻ കറി ഒഴിക്കുന്നുണ്ട്. ഒരു കഷ്ണം മീനും കുറച്ച് ചാറും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫൈഹാക്ക് തിന്നാനുള്ള കറി ചോറാണ് എടുക്കുന്നത് കേട്ടോ. അവൾ കുറേ നേരമായി വിശക്കണം പറയുന്നത്. പിന്നെ കുറച്ച് ചാറും കൂടി ഒഴിച്ചിട്ട് മീൻ പൊരിച്ചത് സൈഡിൽ വെച്ച് കൊടുക്കുക.
കുറച്ച് ചെമ്മീൻ അതും സൈഡിൽ വെച്ച് കൊടുക്കുക. പിന്നെ തോരൻ അവൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ, മെഴുക്കുവരട്ടി ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോറിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മെഴുക്കുവരട്ടി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.